ഗായ്സ്, അപ്പൊ 2026 വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി ഏകദേശം 24 മണിക്കൂറുടെ ബാക്കിയുള്ളൂ. ഇതെന്റെ 7ാമത്തെ വേൾഡ് കപ്പാണ്. 2002 ബ്രസീല് കപ്പടിച്ച ആ വേൾഡ് കപ്പാണ് ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ ഓർമ്മകൾ എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ, കാരണം എനിക്ക് അന്ന് വെറും 6 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് 2026 നമ്മൾ ഈ വേൾഡ് കപ്പ് കാണാൻ വീണ്ടും ഓബിയസ്ലി വീട്ടിലേക്ക് വരികയാണ്. എല്ലാ വേൾഡ് കപ്പും ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ടീം 3 വേൾഡ് കപ്പുകളായിട്ട് കളിക്കുന്നില്ലല്ലോ. ഇറ്റലി, ഞാനാണ് ഇവിടുത്തെ ഏക ഇറ്റലി ഫാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെക്സും പരിപാടിയൊന്നുമില്ല. പക്ഷെ ഈ വീട്ടിൽ സെനഗലിന് ആരാധകനുണ്ട്, ഇംഗ്ലണ്ടിന് ആരാധകനുണ്ട്, അതുപോലെ തന്നെ കൊറിയ റിപ്പബ്ലിക്കിനും ഒരു ആരാധകയുണ്ട്. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ വൈകാതെ കടക്കാം. ഇതാണ് നമ്മുടെ ഫ്ലാഗുകൾ. പക്ഷെ ഇതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്രാവശ്യം 48 ടീമുകളാണ് കളിക്കുന്നത്. ഇതിൽ 32 എണ്ണേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ടീംസ് ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ഇല്ല. ഇതിന്റെ അകത്തുള്ള പോളണ്ട് ഇല്ല, അതുപോലെ ഇവിടെ ഞാൻ എന്താ ഐസ്ലൻഡ് ഇല്ല, പിന്നെ പെറു ഉണ്ട്. ഇല്ല, പെറു ഒന്നും പ്രാവശ്യം വേൾഡ് കപ്പ് കളിക്കുന്നില്ല. അതെ, ഇവിടെ പെറു ഇല്ല. പിന്നെ സെർബിയ ഇല്ല, ഡെൻമാർക്ക് ഇല്ല. അങ്ങനെ ഒരുപാട് ടീംസ് ഇല്ലാത്തതുണ്ട്. പക്ഷെ ഉള്ളത് വെച്ച് നമ്മൾ എന്തായാലും തട്ടിക്കൂട്ടുന്നു. എന്തായാലും ഇതൊന്ന് ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പന്തിനുള്ളിൽ കാറ്റ്, നെഞ്ചിനുള്ളിൽ നീറ്റ്. പന്തിനുള്ളിൽ കാറ്റ്, നെഞ്ചിനുള്ളിൽ നീറ്റ്. ഗാലറിയിലത ബെറ്റ്. വെളുക്കുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ്. വെളുക്കുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ്. കുർറാ കുർറാ കുർറാ. ഗായ്സ്, ഞാൻ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ വന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എടുക്കാൻ മറന്നുപോയി. എപ്പോഴത്തെയും പോലെ നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് മറവിയുടെ ഒരു സീൻ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് മിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്, പക്ഷെ മൈക്ക് മാത്രം എടുത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ ടു മൈ സ്പേസ് ഫോർ 2 months. ഐ മീൻ ക്ലോസ് ടു 2 months. എല്ലാ പരിപാടിയും തീർത്ത് വീട്ടിലെത്തി. വർക്കിൻ്റെ കുറച്ച് മീറ്റിംഗ് പെൻഡിങ് ഉണ്ടായിരുന്നു, അതും ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു മെഗാ സീരിയലായെന്ന്. അപ്പോൾ ബാക്കി പാർട്ട് 2.